ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LGS പരീക്ഷയുടെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ കുറച്ച് മുൻവർഷങ്ങളിലെ ചോദ്യങ്ങളാണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട മക്കളെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 3.25ന്റെ ശതമാന രൂപം എത്ര? ഈ ശതമാന രൂപം ചോദിച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ 50% എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? 50% എന്ന് പറഞ്ഞാൽ 50/100 എന്നല്ലേ എഴുതുക? അതെ. നമ്മൾ ഈ 50നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ പൂജ്യവും ഒക്കെ വെട്ടിക്കളയുന്നു. പിന്നെ 5നെ 10 കൊണ്ട് ഹരിക്കുന്നു. 5നെ 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 5ൽ 5 ഒരു പ്രാവശ്യം, 10ൽ 5 2 പ്രാവശ്യം, 1നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.5 കിട്ടും. അപ്പോൾ ഈ ശതമാനത്തെ ഭിന്നസംഖ്യയാക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 50% എന്ന് പറയുന്ന ശതമാനത്തെ ഭിന്നസംഖ്യയാക്കാൻ ഞാൻ എന്താ ചെയ്തേ? 100 കൊണ്ട് ഹരിച്ചു അല്ലെ? അപ്പോ ഈ 3.25ന്റെ ശതമാന രൂപം നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ശതമാനത്തെ ഭിന്നസംഖ്യയാക്കാൻ 100 കൊണ്ട് ഹരിച്ചു. അപ്പൊ എനിക്ക് ഈ ഭിന്നസംഖ്യയെ ഇനി തിരിച്ച് ശതമാനമാക്കണമെങ്കിലോ ഈ 0.5നെ ഞാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 5നെ 100 കൊണ്ട് ഗുണിച്ചാൽ, അല്ലെങ്കിൽ 0.5നെ 100 കൊണ്ട് ഗുണിക്കുക. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ കിടക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് എന്ത് ചെയ്യും? ഇപ്പുറത്തേക്ക് മാറും. അതായത് 5 കിട്ടും 10 കൊണ്ട് ഗുണിച്ചാൽ. ഇനി നമ്മൾ 100 കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പൊ എത്ര? 2 സ്ഥാനം റൈറ്റിലേക്ക് 2 പ്രാവശ്യം പോയിന്റ് മാറും എന്ന് പറയുമ്പോൾ എത്ര? 5 0 50 എന്ന് കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ശതമാനത്തെ ഭിന്നസംഖ്യയാക്കാൻ 100 കൊണ്ട് ഹരിക്കണം. ശതമാനത്തെ ദശാംശ സംഖ്യയാക്കാൻ അല്ലെങ്കിൽ ഡെസിമൽ ആക്കാൻ 100 കൊണ്ട് ഹരിക്കണം. ഡെസിമലിനെ, ഈ ഒരു ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യയാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ 3.25നെ 100 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി അല്ലെ? 3.25നെ എന്ത് ചെയ്യുക? 100 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി. എത്ര കിട്ടും? അതായത് ഇവിടെ ഈ കിടക്കുന്ന ഡോട്ട് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഇത് 2 പ്രാവശ്യം ഇപ്പുറത്തേക്ക് ചാടും എന്ന് പറയുമ്പോൾ എത്ര ആവും? 325. റൈറ്റിലേക്ക് പോയിന്റ് 2 പ്രാവശ്യം മൂവ് ചെയ്യുമെന്ന് ഓർത്താൽ മതി. 325%. സോ ഓപ്ഷൻ സി 325%. യെസ്. സോ നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരാൾ 150 രൂപയ്ക്ക് ഒരു സാധനം, ഇങ്ങനെയാണോ എഴുതുന്നത്? പോട്ടെ. 150 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി 120 രൂപയ്ക്ക് വിറ്റു. നഷ്ടശതമാനം എത്ര? അപ്പൊ 150 രൂപയ്ക്ക് സാധനത്തിന് ഇതായ കേട്ടോ, സാധനം വാങ്ങി 120 രൂപയ്ക്ക് വിറ്റു. നഷ്ടശതമാനം എത്ര? അപ്പം അയാൾക്ക് ചെലവായ തുകയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് പ്രൈസ്. 150 രൂപ അയാൾക്ക് ചെലവായത് 180 ആണ്. അയാൾ ഇനി അത് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 120 രൂപയ്ക്ക്. സോ അയാൾക്ക് ചെലവായത് 180, കിട്ടിയത് 120. 180 മുടക്കിയ മനുഷ്യൻ എത്രയേ കിട്ടിയുള്ളൂ? 120 കിട്ടിയുള്ളൂ. സോ സന്തോഷമാണോ വിഷമമാണോ? വിഷമമല്ലേ ഉണ്ടാവുക. 180 ചെലവാക്കി എത്രയേ കിട്ടിയുള്ളൂ? 120 കിട്ടിയുള്ളൂ. സന്തോഷമാണെങ്കിൽ ലാഭം, വിഷമമാണെങ്കിൽ നഷ്ടം അല്ലെ? അപ്പൊ ഇവിടെ വിഷമമാണ്. സോ നഷ്ടം, ലോസ്. സോ എത്ര? 180ന് 120 കുറച്ചാൽ എത്ര കിട്ടും? 30. സോ നഷ്ടം എത്ര? 30. നഷ്ടശതമാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾക്ക് ലാഭം അല്ലെങ്കിൽ നഷ്ടം കിട്ടി, അതിന്റെ കാരണക്കാരൻ നിങ്ങൾ കാശ് മുടക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്? നഷ്ടം അല്ലെങ്കിൽ ലാഭം ഉണ്ടാവുന്നത്. അപ്പം പ്രോഫിറ്റും ലോസും എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മളുടെ കോസ്റ്റ് പ്രൈസിനോടായിരിക്കും. സോ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടം നിങ്ങൾ ചെലവാക്കിയ തുകയുടെ എത്ര ശതമാനം. അപ്പോ ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലോസ് എത്ര മക്കളെ? ഇവിടെ 30. കോസ്റ്റ് പ്രൈസ് എത്ര ചെലവാക്കിയപ്പോഴാ 150 നഷ്ടം, 30 നഷ്ടം വന്നേ? 150 ചെലവാക്കിയപ്പോൾ. സോ ഇൻറ്റു 100. അപ്പോൾ ഇത് വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് 1/5 എന്ന് കിട്ടും. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 20% എന്ന് ആൻസർ കിട്ടും. സോ ആൻസർ എത്രയാണ്? 20%. ശരിയാണോ? തീർച്ചയായും. സോ ആൻസർ എത്രയാണ്? 20%. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. രാജു രാവിലെ 6 മണിക്ക് കാറിൽ യാത്ര ചെയ്ത് 100 കിലോമീറ്റർ അകലെയുള്ള നഗരത്തിൽ 10 മണിക്ക് എത്തിച്ചേരുന്നു. എന്നാൽ കാറിന്റെ ശരാശരി വേഗം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ രാജു രാവിലെ 6 മണിക്കാണ് യാത്ര തുടങ്ങുന്നത്. രാവിലെ 6 മണിക്ക് യാത്ര തുടങ്ങി 100 കിലോമീറ്റർ സഞ്ചരിച്ചു. അടുത്തുള്ള നഗരത്തിൽ 10 മണിക്ക് എത്തിച്ചേർന്നു എന്നാ പറയുന്നത്. അപ്പോ ഇവൻ എന്തുമാത്രം ദൂരം സഞ്ചരിച്ചു? രാവിലെ 6 മണി മുതൽ 10 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 4 മണിക്കൂർ സഞ്ചരിച്ചു. ദൂരം, ഡിസ്റ്റൻസ് എത്ര? 100 കിലോമീറ്റർ അകലെയുള്ള നഗരത്തിലാണ് എത്തിയത്. അപ്പൊ ഡിസ്റ്റൻസും കിട്ടി, ടൈമും കിട്ടി. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് സ്പീഡ് എന്താന്ന് ചോദിച്ചാൽ
ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 കിലോമീറ്റർ. അതിനാകെ എടുത്ത ടൈം എത്രയാണ്? ടോട്ടൽ ടൈം എത്രയാണ്? 4 മണിക്കൂർ. സോ 100 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും? 100നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 25 കിലോമീറ്റർ പെർ അവർ. സോ 25 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ശരിയാണോ? തീർച്ചയായും. അടുത്ത ചോദ്യം നോക്കാം. 3:5 is equal to x:45 ആയാൽ എക്സിന്റെ വില എന്ത്? വളരെ എളുപ്പമാണ്. നമുക്ക് ഒന്ന് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നോക്കിക്കൊണ്ട് ചെയ്യാം. നോക്കിക്കൊണ്ട് ചെയ്യുന്നത് എങ്ങനെ? 3:5 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് x:45 ആണ്. ഓക്കെ, അപ്പോ ഞാൻ ഇത് താഴോട്ടൊന്ന് എഴുതുവാണേ. 3 എന്ന് പറഞ്ഞാൽ എക്സും 5 എന്ന് പറഞ്ഞാൽ 45 എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ. 5 നമുക്കിവിടെ എക്സുമായിട്ടൊരു കണക്ഷൻ, നമുക്ക് എക്സ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ 5ന്റെ പേരാണ് 45. 5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടുന്നത്? 9 കൊണ്ട് ഗുണിച്ചാലല്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? 9 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ എക്സ് ഈസ് ഈക്വൽ ടു 3 × 9 27. സോ 27 എന്ന് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. എന്നാൽ നമുക്കിത് വേണമെങ്കിൽ വേറെ റേഷ്യോന്റെ നിയമങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3:5 is equal to x:45 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് a:b എന്ന് പറഞ്ഞാൽ a/b ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3:5നെ 3/5 എന്ന് എഴുതാം. x:45നെ x/45 എന്ന് എഴുതാം. അപ്പോ 5x is equal to, അതായത് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു, 5 × x 5x, 45 × 3 45 × 3. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു, എക്സിനെ ഇവിടുന്ന് ഒറ്റയ്ക്കാക്കണം. സോ 45 × 3, ഇവിടെ ഗുണിച്ചിരിക്കുന്ന 5 അപ്പുറത്ത് പോകുമ്പോൾ ഹരിക്കുന്നു. അപ്പൊ 5നെ 45 കൊണ്ട് കിട്ടുമ്പോൾ 9 × 3 27. സോ ഇതാണ് റേഷ്യോന്റെ റൂളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷെ അതിന്റെ കാര്യമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബന്ധം മനസ്സിലാക്കി ചെയ്താൽ മതി. 5നെ 9 കൊണ്ട് ഗുണിച്ചാൽ 45 കിട്ടുമെങ്കിൽ 3നെ 9 കൊണ്ട് ഗുണിച്ചാൽ 27 കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ചെയ്യാം. ഇങ്ങോട്ട് നോക്കിക്കേ, 5 × 9. അപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ 3 × 9 27. പെട്ടെന്ന് നമുക്ക് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ക്ലോക്കിൽ 2:30 മണിയാകുമ്പോൾ, അല്ലെങ്കിൽ ക്ലോക്കിലെ സമയം 2:30 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയായിരിക്കും? അപ്പൊ ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പരീക്ഷകൾ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരുന്നാലും ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല. ഇതൊക്കെ PSCയുടെ ക്ലീഷേ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഒക്കെ പഠിച്ചു വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. സോ 2:30 എന്ന് പറയുന്ന സമയം തരുമ്പോൾ നിങ്ങൾ ഇത് അവറും ഇത് മിനിറ്റും അല്ലേ, എച്ചും എമ്മും. സോ കോൺ അളവ് ചോദിച്ചാൽ ഒരൊറ്റ ഷോർട്ട് കട്ട് ഓർത്തിരുന്നാൽ മതി. 30h - 11/2 m എന്ന് പറയുന്ന ഒരൊറ്റ ഷോർട്ട് കട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി എന്താ 30 × h എന്ന് പറഞ്ഞാൽ 2 മൈനസ് 11/2 × m എന്ന് പറഞ്ഞാൽ ഇവിടെ 30. 30 × 2 60 മൈനസ് ഈ 2നെയും 30 കൊണ്ട് നമുക്ക് വിട്ടുമ്പോൾ 15. 15നെ നമ്മൾ 15 കൊണ്ട് ഗുണിച്ചാൽ 165. ഇവിടെ നിങ്ങൾ വ്യത്യാസം നോക്കുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് അങ്ങ് കുറച്ചാൽ മതി, മൈനസ് ഒന്നുമില്ല കേട്ടോ. 165 ൽ നിന്ന് 60 കുറച്ചാൽ എത്ര കിട്ടും? 105 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. ആൻസർ എത്ര മക്കളെ? 105 ഡിഗ്രി. 105 ഡിഗ്രി. അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയത് 180നേക്കാളും വലുതാ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 200 ഡിഗ്രി എന്ന് കിട്ടിയെന്ന് വിചാരിച്ചു. ഈ 30h - 11/2 ചെയ്തപ്പോൾ നിങ്ങൾക്ക് 200 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ 200 ഡിഗ്രി എന്ന ആൻസർ എഴുതരുത്. കാരണം എന്താ? ഒരിക്കലും നമ്മൾ ആംഗിൾ നമ്മൾ അളക്കുമ്പം നമ്മൾ ഇപ്പം ഇതൊരു ക്ലോക്കാണ്, ഇങ്ങനെ ഒരു സമയം നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ആംഗിൾ നമ്മൾ ഇങ്ങനെയല്ലേ അളക്കുക. അപ്പൊ അത് എപ്പോഴും എന്തേ വരുള്ളൂ? 180നേക്കാൾ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ 180യേക്കാളും ചെറുതായിട്ടേ അത് വരാൻ പാടുള്ളൂ. 180 എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതിനേക്കാളും ചെറുതായിട്ട്. അല്ല നമ്മൾ ആരെങ്കിലും ഇങ്ങനെ അളക്കുവോ? ഇങ്ങനെ അളക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് ഈ 180 എന്നുള്ള വാല്യൂ ഇത് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിനേക്കാളും വലുതൊക്കെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെ അളക്കാം. അപ്പൊ ഈ 200 കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 360ൽ നിന്ന് അത് കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 360 നിന്ന് 200 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 160 ഡിഗ്രി. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഇവിടെ ഇപ്പൊ കുഴപ്പമില്ല, 105 കിട്ടിയത്. 180നേക്കാൾ വലുത് കിട്ടുവാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് 360ൽ നിന്ന് അത് കുറച്ച് എഴുതിക്കോണം കേട്ടോ. യെസ്. സോ അടുത്ത ചോദ്യം
ആറാമത്തെ ചോദ്യം, 200-നും 500-നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? അതായത് 200-നും 500-നും ഇടയിലുള്ള 7ന്റെ മൾട്ടിപ്പിൾ എന്താണ്? അപ്പൊ വേണമെങ്കിൽ നമുക്ക് 200 കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ 7ന്റെ മൾട്ടിപ്പിൾ എഴുതി, 500-ന് തൊട്ട് മുമ്പുള്ള 7ന്റെ അവസാനത്തെ 7ന്റെ മൾട്ടിപ്പിൾ എഴുതി, അത് AP ആണല്ലോ, കാരണം 7 വീതം കൂടി കൂടി പോവാണല്ലോ, അങ്ങനെ AP ആണ് എന്നും പറഞ്ഞുകൊണ്ട് അരിത്തമാറ്റിക് പ്രോഗ്രഷന്റെ എന്ത് ടേം കണ്ടുപിടിച്ച് അങ്ങനെ എത്ര n ഉണ്ടെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അതിന്റെ ആവശ്യമില്ല. ഈ ചോദ്യം ചോദിക്കുമ്പം അതിന്റെ ആവശ്യമില്ല. മക്കളെ ചോദ്യം എന്തുവാ? 200-നും 500-നും ഇടയിൽ. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കണം 200 വരെ എത്ര 7ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്. നിങ്ങൾ 200-നെ 7 കൊണ്ട് ഹരിച്ചു നോക്കുക, എത്ര കിട്ടും? നിങ്ങൾക്ക് 28 പോയിന്റ് സംതിങ് എന്നൊക്കെ കിട്ടും 200-നെ 7 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ. അപ്പൊ നിങ്ങൾ ആ കറക്റ്റ് 28 പോയിന്റ് ഒക്കെ അങ്ങ് മാറ്റിയിട്ട് 28 എടുക്കുക. ഓക്കെ, ഇനി അടുത്തത് 500 വരെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. 500 ഡിവൈഡഡ് ബൈ 7 എത്ര കിട്ടും? 71 പോയിന്റ് സംതിങ് എന്ന് കിട്ടും. 71 എടുക്കുക. സോ 200 വരെ 28 എണ്ണം ഉണ്ട്, പിന്നെ ബാക്കി അങ്ങോട്ട് 71 എണ്ണം വരെ ഉണ്ട് 5. അപ്പൊ 200-നും 500-നും ഇടയിൽ എത്രയാന്ന് ചോദിച്ചാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. അതായത് 71 മൈനസ് 28. 71-ൽ നിന്ന് 28 കുറയ്ക്കുക, എത്ര കിട്ടും? 43 എന്ന് കിട്ടും. 43. സോ ആൻസർ എത്ര? 43. ശരിയാണോ? തീർച്ചയായും. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. AP ഒന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ ഉത്തമ സാധാരണ ഘടകം. മലയാളത്തിലാണ് ഈ ഉത്തമ സാധാരണ ഘടകം എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അതെന്താണ് സാധനം സാർ, എന്താണ് ഈ ഉത്തമ സാധാരണ ഘടകം? ഞാൻ ജീവിതത്തിൽ ഇത്രയൊക്കെ കണക്ക് പഠിച്ചിട്ടും എനിക്ക് ഉത്തമ സാധാരണ ഘടകം എന്താണെന്ന് അറിയത്തില്ല. ഉത്തമ സാധാരണ ഘടകം എന്ന് പറഞ്ഞാൽ ഉസാഖ അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ HCF ആണ് ചോദ്യം. അപ്പോ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ HCF എത്ര? നിങ്ങൾ എണ്ണൽ സംഖ്യകൾ എഴുതുമ്പോൾ എങ്ങനെ? 1, 2, 3, 4, 5, 6, 7. അത് തുടർച്ചയായ ഏത് രണ്ടും എടുത്തോ. 1ഉം 2ഉം, 2ഉം 3ഉം, 3ഉം 4ഉം, 5ഉം 6ഉം, 7ഉം 8ഉം, അല്ലെ ഇങ്ങനെ ഏത് വേണേലും നമുക്ക് എടുക്കാം. അതിൽ ഒരെണ്ണം ഒറ്റ സംഖ്യയും ഒരെണ്ണം ഇരട്ട സംഖ്യയായിരിക്കും. ഒരു ഒറ്റ സംഖ്യയ്ക്കും ഒരു ഇരട്ട സംഖ്യയ്ക്കും പൊതുവായിട്ടുള്ള ഘടകം 1 മാത്രമായിരിക്കും, അല്ലാതെ വേറെ ആരും വരത്തില്ല. ഒരു ഒറ്റ സംഖ്യയ്ക്കും അടുത്തടുത്തുള്ള വേറെ അല്ലാതൊക്കെ പറയാം. ഇപ്പൊ ഞാൻ പറയുവാണ് 7ഉം 14ഉം, ഇത് ഒരൊറ്റ സംഖ്യ ഒരു ഇരട്ട സംഖ്യ. ഇവർക്ക് ഒന്നല്ലാതെ 7 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് എന്നോട് തിരിച്ചു ചോദിക്കാം. ഞാൻ പറഞ്ഞത് തുടർച്ചയായ സംഖ്യകളെന്നാ, അത് അടിവരയിട്ട് പറയണം. തുടർച്ചയായ 2 സംഖ്യകൾ എടുക്കുമ്പോൾ ഒന്ന് ഒറ്റ സംഖ്യ ഒന്ന് ഇരട്ട സംഖ്യ ആയിരിക്കും. എണ്ണൽ സംഖ്യകളെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എണ്ണൽ സംഖ്യകൾ, എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ 0 വരത്തില്ല. 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി. അപ്പൊ ഈ തുടർച്ചയായ 2 ഏത് എണ്ണൽ സംഖ്യകൾ എടുത്താലും ഒരെണ്ണം ഒറ്റ സംഖ്യയും ഒരെണ്ണം ഇരട്ട സംഖ്യയുമായിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർക്ക് അടുപ്പിച്ച് വരുന്ന സംഖ്യകൾക്ക് ഒരിക്കലും എന്തുണ്ടാവത്തില്ല? കോമൺ ഫാക്ടർ ഉണ്ടാവത്തില്ല, ഒന്നല്ലാതെ ഉണ്ടാവത്തില്ല. നിങ്ങൾ ഏത് വേണേ എടുത്ത് നോക്കിക്കൂ. ഇപ്പൊ n-ഉം n+1-ഉം, n-നും n+1-നും കോമൺ ഫാക്ടർ എന്ന് പറയുന്ന n വരുമോ? ഇല്ല. അങ്ങനെ ശരിയാവുന്നത്. ഇപ്പൊ 8ഉം 9ഉം, 8+1, ഇപ്പം ഇത് 8ഉം ഇത് 8+1 എന്ന് പറഞ്ഞ രണ്ടുപേർക്കും കോമൺ ഫാക്ടർ 8 വരുമോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഈ n കണ്ടോണ്ട് കോമൺ ഫാക്ടർ n ഉണ്ടെന്നൊന്നും പറയരുത്. n-ഉം n+1-ഉം അല്ലെ ആ രീതിയിൽ വരുന്ന തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകൾക്ക് കോമൺ ഫാക്ടർ ഉണ്ടാവത്തില്ല, അത് 1 ആയിരിക്കും. കോമൺ ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാ സംഖ്യകളെയും 1 കൊണ്ട് ഹരിക്കുക. അതുകൊണ്ട് കോമൺ ഫാക്ടർ 1 ഉണ്ടാവത്തുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകൾക്ക് കോമൺ ഫാക്ടർ 1 മാത്രമേ കാണുകയുള്ളൂ. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകൾക്ക് കോമൺ ഫാക്ടർ 1 കാണത്തുള്ളൂ. സോ അതുകൊണ്ട് ആൻസർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. 0 എന്നൊന്നും പറയരുത്, സംഖ്യകളുടെ ഗുണനഫലം ഒന്നും പറയരുത്, ഇവയൊന്നും അല്ല എന്നും പറയരുത്. ആൻസർ എത്രയാണ്? 1 കേട്ടോ. അപ്പൊ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ ഉത്തമ സാധാരണ ഘടകം അല്ലെങ്കിൽ HCF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? 1 ആയിരിക്കും. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 25,000 രൂപ 8% പലിശ നിരക്കിൽ ഇരട്ടിക്കുന്നതിന് എത്ര വർഷം വേണ്ടിവരും? അത് 25,000 രൂപയ്ക്ക് പകരം ഏത് രൂപ ചോദിച്ചാലും ഞാൻ ഈ പറയുന്നത് തന്നെയാണ്. 25,000-ന് പകരം ഏത് എമൗണ്ട് ചോദിച്ചാലും ഇത് തന്നെയാണ്. കാരണം ഇവിടെ പലിശ നിരക്കാണ് നമ്മൾ നോക്കുന്നത്. സപ്പോസ് ഈ 8% പലിശ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? 100 രൂപ നിങ്ങൾ കൊണ്ടിട്ടാൽ നിങ്ങൾക്ക് 1 വർഷം കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും എത്ര എന്ന് പറയുന്നത്? ഈ 8 എന്ന് പറയുന്നത്.
അങ്ങനെ എല്ലാ വർഷവും ആദ്യത്തെ വർഷം 8, രണ്ടാമത്തെ വർഷം 8, മൂന്നാമത്തെ വർഷം 8, നാലാമത്തെ വർഷം 8, അഞ്ചാമത്തെ വർഷം 8, അങ്ങനെ എത്ര 8 ചേരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇരട്ടിയാവും. ഇരട്ടിയാവും എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 100 രൂപ കൊണ്ടിട്ടാൽ 200 രൂപ കിട്ടണം. അപ്പോഴല്ലേ ഇരട്ടിയാവുക എന്ന് പറയുക. അതെ. അപ്പൊ 100 രൂപ കൊണ്ടിട്ടാൽ 200 രൂപ കിട്ടണമെങ്കിൽ എത്ര രൂപ പലിശ കിട്ടണം? 100 രൂപ പലിശ കിട്ടണം. നിങ്ങൾ 100 രൂപ കൊണ്ട് ഇടത്തേ ഉള്ളൂ, പിന്നെ നിങ്ങൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കത്തില്ല. അത് നിങ്ങൾക്ക് ഇരട്ടിയായി കിട്ടണം. ബാങ്കിൽ 200 രൂപയായിരിക്കണം ചെന്ന് നോക്കുമ്പോൾ. 100 നിങ്ങൾ ഇടത്തുള്ളൂ, അത് ഇരട്ടി ആവണം എന്ന് പറഞ്ഞാൽ 200 ആവണം. എന്ന് പറഞ്ഞാൽ മക്കളെ 100 രൂപ പലിശ കിട്ടണം. എടാ, ഈ 100 രൂപ പലിശ കിട്ടാൻ ഒരു വർഷം 8 രൂപയെ തരത്തുള്ളൂ. അങ്ങനെ എത്ര 8 കിട്ടിയാൽ 100 കിട്ടും അല്ലെ? അപ്പൊ ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ മുതലിന്റെ അത്രയും പലിശ കിട്ടണം. സോ മുതൽ 100 ആയിട്ട് നിങ്ങൾ എടുത്തത്. എന്തുകൊണ്ടായി 100 ആയിട്ട് എടുക്കുന്നത്? പെർസെന്റേജ്, ശതമാനം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസ് എന്തിനെ ബേസ് ചെയ്താണ്? പെർസെന്റേജിനെ ബേസ് ആണ്. പലിശ നിരക്ക് പറയുമ്പോൾ എപ്പോഴും ശതമാനത്തിലല്ലേ പറയുക? ശതമാനം എന്ന് പറയുമ്പോൾ 100-ലല്ലേ പറയുക? അതുകൊണ്ടാണ് നമ്മൾ 100 ആയിട്ട് സംഖ്യ എടുത്തത്. നിങ്ങൾക്ക് എക്സോ വൈയോ എന്ത് വേണേലും എടുക്കാം. അപ്പൊ 100 കൊണ്ടിട്ടാൽ 200 കിട്ടണം. അതായത് 100 രൂപ പലിശ കിട്ടണം. ഈ 100 രൂപ പലിശ കിട്ടാൻ ഒരു വർഷം 8 വെച്ചേ കിട്ടത്തുള്ളൂ. 8% പലിശ എന്ന് പറയുമ്പോൾ 100 രൂപയ്ക്ക് ഒരു വർഷം 8 രൂപ കിട്ടുന്നു. അങ്ങനെ എത്ര 8 കിട്ടിയാൽ 100 ആകും? ഇത്ര ആലോചിച്ചാൽ മതി. 100 ഡിവൈഡഡ് ബൈ 8, അത്രയും വർഷം വേണം ഇരട്ടിയാവണമെങ്കിൽ. അതിപ്പോ 25,000 ഇട്ടാലും അത് തന്നെ. ഓക്കെ. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ 50 ഡിവൈഡഡ് ബൈ 4, 25ന്റെ പകുതി എത്ര കിട്ടും? 12.5%. 12.5%. ആൻസർ എത്ര? 12.5%. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. 1984 ജനുവരി 1 ഞായറാഴ്ച ആയിരുന്നെങ്കിൽ 31/12/1984 ഏത് ദിവസമായിരിക്കും? 1984 ജനുവരി മാസം 1-ാം തീയതി എന്താഴ്ചയാണ്? സൺഡേ ആണ്. ഓക്കെ. കണ്ടുപിടിക്കേണ്ടത് 1984 ഡിസംബർ 31 ഏത് ദിവസമാണ്? ഏത് ദിവസമാണ്? ഡിസംബർ 31 ഏത് ദിവസമാണ്? നിങ്ങൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന വർഷം ഒരു ലീപ്പ് ഇയർ ആണോ, അതിവർഷമാണോ? ലീപ്പ് ഇയർ ആണെങ്കിൽ എങ്ങനെയാണ് ലീപ്പ് ഇയർ ആണെന്ന് ഉറപ്പിക്കുന്നത്? അവസാനത്തെ 2 അക്കം നോക്കുക. അതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ലീപ്പ് ഇയർ ആയിരിക്കും. വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. സെഞ്ചുറി ആണെങ്കിൽ എന്ന് പറയുമ്പോൾ 100 കറക്റ്റ് 100 തികയുന്ന വർഷങ്ങളില്ലേ? 1100, 1200, 1900, 2000, 2100, 2500 ഇങ്ങനെയൊക്കെ പറയുന്ന അവസാനം 2 0 വരുന്ന വർഷങ്ങളാണെങ്കിൽ 4 കൊണ്ട് ഹരിക്കാൻ, ഇതിനെല്ലാം 4 കൊണ്ട് ഹരിക്കാവുന്നതാ. പക്ഷേ സെഞ്ചുറി ആണെങ്കിൽ എന്താണ്? 4 കൊണ്ടല്ല ഹരിക്കേണ്ടത്. അവിടെ ചെക്ക് ചെയ്യേണ്ടത് 400 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. ഇപ്പൊ ലീപ്പ് ഇയർ ആണോ നോക്കുന്നത് എങ്ങനെ? സാധാരണ ഒരു വർഷമാണെങ്കിൽ അവസാനത്തെ 2 അക്കം 4 കൊണ്ട് ഹരിക്കാൻ പറ്റണം. സെഞ്ചുറി ആണെങ്കിൽ, അപ്പം അതായത് ഈ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള അവസാനം 2 0 വരുന്ന വർഷങ്ങളാണെങ്കിൽ അതിനെ 400 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അപ്പൊ ഇതിപ്പം 984 നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഇത് എന്ത് വർഷമാണ്? ഇത് ഒരു ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആണ് മക്കളെ. ഒരു ലീപ്പ് ഇയറിൽ തുടങ്ങുന്ന ദിവസത്തിൽ അവസാനിക്കത്തില്ല, അതേ +1 ആയിരിക്കും. അല്ലാതെയുള്ള സാധാരണ വർഷം ഇപ്പം 2023 ലീപ്പ് ഇയർ ആണോ? അല്ല. അവസാനത്തെ 2 എണ്ണത്തിന് നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. ഇതില് ജനുവരി 1, ഇപ്പം ഇതില് ജനുവരി മാസം 1-ാം തീയതി മൺഡേ ആണെന്ന് വിചാരിച്ചു. 2023 ഡിസംബർ 31 മൺഡേ തന്നെ ആയിരിക്കും. സാധാരണ ഒരു വർഷം തുടങ്ങുന്ന ദിവസം തന്നെ അവസാനിക്കും. ലീപ്പ് ഇയർ ആണെങ്കിൽ ഒരു ദിവസം കൂടെ എക്സ്ട്രാ വരും. അതായത് ഈ സൺഡേയുടെ കൂടെ ഒരു ദിവസവും കൂടെ വരും. ഒരു ദിവസവും കൂടി എക്സ്ട്രാ വരും എന്ന് പറഞ്ഞാൽ സൺഡേ +1 = മൺഡേയിലായിരിക്കും ആ വർഷം അവസാനിക്കുക. മൺഡേ. അപ്പോൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. സാധാരണ വർഷത്തിൽ, ലീപ്പ് ഇയർ അല്ലാത്ത വർഷത്തിൽ തുടങ്ങുന്ന ദിവസത്തിൽ തന്നെ ആ വർഷം അവസാനിക്കും. ലീപ്പ് ഇയർ ആണെങ്കിൽ തുടങ്ങുന്ന ദിവസം +1, സൺഡേ +1 മൺഡേ ആയിരിക്കും വരിക. സോ ഈ ഒരൊറ്റ കാര്യം ഓർത്തിരുന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാം കേട്ടോ. അപ്പൊ അത് ഒന്ന് ഓർത്ത് വെച്ചോണം. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഒരു ട്രെയിൻ 2 മിനിറ്റിൽ 3 കിലോമീറ്റർ ദൂരം പോകുന്നു. എന്നാൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം പോകും? ചോദ്യം എന്താ? 2 മിനിറ്റ് കൊണ്ട് ഒരു ട്രെയിൻ എത്ര കിലോമീറ്റർ പോകും? 3 കിലോമീറ്റർ സഞ്ചരിക്കും. ട്രെയിനിന് ആകെ സഞ്ചരിക്കേണ്ടത് 6 മണിക്കൂറാണ്. ഈ 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? കാരണം നമുക്കിവിടെ മിനിറ്റിലാണ് പറഞ്ഞേക്കുന്നത്. 1 മണിക്കൂർ എത്ര മിനിറ്റാ? 60. 6 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 360 മിനിറ്റ് ആയിരിക്കും. ആണേ? അതെ. ഇവിടെ 2 മിനിറ്റ് കൊണ്ട് 3 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. അപ്പോ 360 മിനിറ്റ് കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? നിങ്ങൾ ഈ 2നെ 360 ആക്കാൻ എന്തോ ചെയ്യണം? എന്തുകൊണ്ട് ഗുണിക്കണം? 180 കൊണ്ട് ഗുണിക്കണം. വേണ്ടായോ? 180 ഇൻറ്റു 2 360. അപ്പൊ നിങ്ങൾ അത് തന്നെ ഇവിടെയും ചെയ്താൽ മതി. ഇൻറ്റു 180. സോ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ 180 ഇൻറ്റു 3. 18 3 54. ഒരു 0 അതിനിട്ട് കൊടുക്കുക. 540 കിലോമീറ്റർ എന്ന് നമുക്ക് കിട്ടും. സോ ആൻസർ എത്രയാണ്? 540 കിലോമീറ്റർ. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ ചോദ്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയ ആൻസർ ശരിയാണോ? തീർച്ചയായും യെസ്. അപ്പൊ അങ്ങനെ ഇന്നത്തെ ക്ലാസ്സും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 10 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനാണ്. ധാരാളം ചോദ്യങ്ങൾ അവിടെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ധാരാളം റിസോഴ്സസ് അതിലുണ്ട്. അപ്പം അതുകൂടെ ഒന്ന് എല്ലാവരും ഒന്ന് നമ്മുടെ ആപ്പ് കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഒക്കെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.